കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. വയനാട് പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ കേന്ദ്ര സഹായം, ആലപ്പുഴ എറണാകുളം ഇരട്ടപാത നിർമ്മാണം തുടങ്ങിയ ഒരു പിടി പദ്ധതികളിൽ ബജറ്റിൽ സഹായം പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒന്നാം തീയതി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ വളരെ പ്രതീക്ഷയുള്ളത് ഒന്ന്, വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം അത് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതുവരെയായിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഒരുപാട് പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിലാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതി, വന്യജീവി ആക്ടിലായാലും ഭേദഗതി വ്യക്തികളെ പ്രാവർത്തികമാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഈ ബഡ്ജറ്റിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനുള്ള കേന്ദ്ര സഹായം, സ്റ്റേറ്റിന് എല്ലാ പറഞ്ഞതും താങ്ങാൻ കഴിയില്ല. സ്റ്റേറ്റ് വലിയ വിരാതം പറഞ്ഞെങ്കിലും കേന്ദ്ര സഹായം ലഭ്യമാവാതെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവില്ല. തൂത്തുക്കുടിക്കും മറ്റും കൊടുത്ത സൗജന്യം വിഴിഞ്ഞത്തിനും നൽകണം. ആ പ്രഖ്യാപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റെയിൽവേയുടെ കാര്യത്തിൽ ആലപ്പി എറണാകുളം റെയിൽവേ ലൈൻ ഡബിൾ ലൈനാക്കുന്നതിൻ്റെ ഫണ്ട്, കൂടുതൽ ഫണ്ട് അതിന് അനിവാര്യമാണ്. അതോടൊപ്പം അതിലിപ്പോൾ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അതിൽ സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേയുടെ സഹായം ഉണ്ടാവണം. തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷൻ്റെ വികസനം, കൂടുതൽ ട്രെയിനുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ കോഴിക്കോടോ കണ്ണൂരോ പിറ്റ് ലൈൻ, ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. അതിനെ തകർക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.